എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മേടൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് നമ്മൾ മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. ആ ദിവസം പ്രകൃതി തരുന്ന ഒരു സമ്പൽ സമൃദ്ധി മുഴുവൻ നമ്മൾ ഊട്ടുരുളിയിലാക്കി നമ്മൾ തന്നെ കണി കാണിക്കുന്നു. മുതിർന്നവരായിരിക്കും വീട്ടിലത് ചെയ്യുന്നത്. ഇളമുറക്കാരെല്ലാം അവരൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെയും വീട്ടിൽ അവർക്ക് താഴെയുള്ള എല്ലാ അംഗങ്ങളെയും വിളിച്ച് വരുത്തി നമ്മൾ കണി കാണിച്ച ശേഷം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൈനീട്ടം നൽകലാണ്. ഞാൻ പറഞ്ഞു, പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഒട്ടുരുളിയിലാക്കി നമ്മൾ കണിയായി കണ്ടു. സത്വഗുണമുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ കണിക്കായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അത് സ്വയം അനുഭവിച്ച് തീർക്കാനുള്ളതല്ല. ഈ സമ്പൽ സമൃദ്ധി മുഴുവൻ നമുക്ക് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. അത് വരുന്ന തലമുറക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ വിഷു കൈനീട്ടത്തിലൂടെ ചെയ്യുന്നത്. നമ്മൾ കണ്ടു, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഭാഗം അടുത്തൊരു തലമുറയ്ക്ക് നൽകുകയാണ്. അതാണ് അതിൻ്റെ ഒരു വിശ്വാസം. അതാണ് മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നൽകുന്നത്. അപ്പോൾ കൈനീട്ടം ലഭിക്കുന്നവർക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകും. നൽകുന്നവനും ഐശ്വര്യം വർദ്ധിക്കും. അങ്ങനെയാണ് വിശ്വാസം. നൽകുന്നവനും ഐശ്വര്യം ഇനിയും വർദ്ധിക്കും, ലഭിക്കുന്നവനും ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ, അന്ന് നമുക്ക് വിഷുവിൻ്റെ അന്ന് കണി ഉണർന്നതിന് ശേഷം കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ് എന്ന വിശ്വാസമുണ്ട്. അപ്പോൾ വിഷു കൈനീട്ടം എങ്ങനെയാണ് നൽകേണ്ടത്? ഇത്രയും പ്രാധാന്യമുള്ള വിഷു കൈനീട്ടം അങ്ങനെ ചുമ്മാ വെറുതെ എടുത്ത് നൽകുകയാണോ വേണ്ടത്? അതിൻ്റേതായ എന്തെങ്കിലും ചിട്ടവട്ടങ്ങളുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്ത് വലത് കയ്യിൽ ആണ് വിഷു കൈനീട്ടം വെച്ച് കൊടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന ഒരു പുണ്യ നിമിഷമായിട്ടാണ് ഈ വിഷു കൈനീട്ടത്തിനെ കാണുന്നത്. അപ്പോൾ കൊടുക്കുന്ന ആളുടെ കൈ ഉയർന്നിട്ടും വാങ്ങുന്നവൻ്റെ കൈ താഴ്ന്നുമായിട്ടാണ് ഇരിക്കേണ്ടത്. വാങ്ങുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ശിരസിൽ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വേണം ഈ കൈനീട്ടം നൽകാൻ. നമിച്ച് ആ കൈനീട്ടം നൽകുന്ന ആളെ നമിച്ച് നന്ദിപൂർവം കൈനീട്ടം സ്വീകരിക്കണം. ധനം മഹാലക്ഷ്മിയാണ്. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയായുള്ള ധനം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിറങ്ങിപ്പോവും. അപ്പോൾ പ്രായം കുറഞ്ഞവരെ മുതിർന്നവർക്ക് കൈനീട്ടം നൽകാമോ എന്നൊരു സംശയം ഉണ്ട്. പ്രഹ്ലാദൻ, ധ്രുവൻ, ശ്രീമുരുകൻ ഇവരെല്ലാം പ്രായമായവർക്ക് ഉപദേശം നൽകിയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രായം പ്രശ്നമേ അല്ല, ആർക്കും കൈനീട്ടം കൊടുക്കാം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. അത് വരും തലമുറക്കും കൈമാറാനുള്ളതാണെന്നുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു വിശ്വാസം, ഒരു സന്ദേശം ആണ് വിഷു കണിയിലൂടെയും വിഷു കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത്.